ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 7-ാം അധ്യായം 40 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. സത്യത്തിൻ്റെ അസ്വസ്ഥതയും മുൻവിധികളുടെ അന്ധതയും. കൂടാര തിരുനാളിൽ യേശു പരസ്യമായി പ്രസംഗിച്ചതിന് ശേഷം ജനങ്ങൾക്കിടയിലും ഭരണാധികാരികൾക്കിടയിലും ഉണ്ടായ ഭിന്നതയാണ് ഈ ഭാഗത്തെ പ്രമേയം. സത്യം വെളിപ്പെടുമ്പോൾ അത് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്നും മുൻവിധികൾ എങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളെ അന്ധമാക്കുന്നു എന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ വാക്കുകൾ കേട്ട ജനങ്ങളിൽ ചിലർ പറഞ്ഞു, ഇവൻ സത്യമായും ആ പ്രവാചകനാണ്. എന്നാൽ മറ്റു ചിലർക്ക് മുൻവിധികളുണ്ടായിരുന്നു. ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരുന്നത്? അവർ തിരുവെഴുത്തുകളെ ബാഹ്യമായി വ്യാഖ്യാനിച്ചു. അവർക്ക് നസ്രായനെ അറിയാമായിരുന്നു, എന്നാൽ ബെത്ലഹേമിലെ അവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. നമ്മുടെ അറിവുകൾ പലപ്പോഴും അപൂർണമാണ്. പൂർണ്ണമായ സത്യം തിരിച്ചറിയാൻ ദൈവിക വിവേകം നമുക്ക് ആവശ്യമാണ്. യേശുവിനെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ട ഭടന്മാർ തിരികെ വന്നു പറഞ്ഞു, ഇവൻ സംസാരിക്കുന്നത് പോലെ ഒരു മനുഷ്യനും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവരുടെ വാക്കുകൾ സത്യത്തിന് നൽകിയ വലിയൊരു സാക്ഷ്യമാണ്. സത്യത്തിന് സ്വന്തമായൊരു അധികാരമുണ്ട്. അത് ഏതൊരു അടിച്ചമർത്തലിനും മുകളിൽ നിൽക്കുന്നു. സത്യത്തിൻ്റെ ശബ്ദം എല്ലായ്പ്പോഴും അടിച്ചമർത്തപ്പെടില്ല. നമ്മുടെ ബലഹീനതകൾക്കിടയിലും സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? ഭരണാധികാരികളും ഫരിസേയരും യേശുവിനെക്കുറിച്ച് മുൻവിധികളോടെ സംസാരിക്കുമ്പോഴാണ് നിക്കോദെമോസ് എഴുന്നേറ്റ് സംസാരിക്കുന്നത്. ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുന്നതിന് മുൻപ് അവനെ വിധിക്കുന്നത് നമ്മുടെ നിയമത്തിന് ചേർന്നതാണോ? അവൻ നീതിക്ക് വേണ്ടി നിലകൊണ്ടു. അവൻ ഭയത്തിൽ നിന്ന് മോചനം തേടി സത്യത്തിൻ്റെ പക്ഷം ചേർന്നു. മുൻവിധികൾ മാറ്റിവെച്ച് സത്യത്തെ സ്വീകരിക്കാൻ നാം തയ്യാറാകണം. നിക്കോദെമോസിനെ പോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യം നമുക്ക് ആവശ്യമാണ്. ഫരിസേയർക്ക് നിക്കോദെമോസിനോട് എതിർപ്പുകളുണ്ടായിരുന്നു. അവർ അവരോട് ചോദിച്ചു, നീ ഗലീലിൽ നിന്നാണോ? അവർ ബാഹ്യമായ അറിവുകൾക്കും മുൻവിധികൾക്കും മുൻഗണന നൽകി. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പുതിയ തുടക്കങ്ങൾക്കും കാരണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സത്യത്തിൻ്റെ അസ്വസ്ഥതകളെയും മുൻവിധികളുടെ അന്ധതയും ഞാൻ തിരിച്ചറിയുന്നു. അങ്ങയുടെ സന്ദേശങ്ങൾ കേൾക്കാനും ഭയത്തിൽ നിന്ന് വിടുതൽ നേടാനും എന്നെ സഹായിക്കണമേ. ദൈവഹിതത്തെ മറക്കാതിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ രക്ഷാകർമ്മത്തിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.